നമസ്കാരം. ന്യൂസ് 1 മിഡിൽ ഈസ്റ്റ് തുടങ്ങുന്നു. ആദ്യം പ്രധാന വാർത്ത. സംസ്ഥാന ഹജ്ജ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലുള്ള ആദ്യ സംഘം ജിദ്ദയിലെത്തി. സംഘത്തിലുള്ളത് 350 പേർ. എമിഗ്രേഷൻ നടപടികൾ അല്പസമയത്തിനകം പൂർത്തിയാകും. ISIS-നെതിരായ നടപടികൾ സംബന്ധിച്ച് അറബ് രാജ്യങ്ങൾക്കിടയിൽ ഭിന്നത. സമവായത്തിന് തിരക്കിട്ട നീക്കങ്ങൾ. രാഷ്ട്രീയ സുരക്ഷാ പ്രതിസന്ധി വിലയിരുത്താൻ GCC രാജ്യങ്ങളിലെ വിദേശകാര്യമന്ത്രിമാരുടെ യോഗം ചൊവ്വാഴ്ച റിയാദിൽ. ISIS-നെ ഉന്മൂലനം ചെയ്യുമെന്ന് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ഡേവിഡ് കാമറൺ. സൗദിയിൽ 9 മാസത്തിനിടെ 9,000 ഫ്രീ വിസക്കാർ പിടിയിലായതായി തൊഴിൽ മന്ത്രാലയം. പരിശോധന ശക്തമാക്കുമെന്ന് അധികൃതർ. കുവൈത്ത് എയർപോർട്ടിൽ കരാർ ജോലിക്കെത്തിയ മലയാളികൾ ദുരിതക്കയത്തിൽ. ജോലിയും കൂലിയുമില്ല. പകർച്ചവ്യാധി പിടിക്കപ്പെട്ടവർക്ക് ചികിത്സ നിഷേധിക്കപ്പെട്ടതായും പരാതി. സംസ്ഥാന ഹജ്ജ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലുള്ള ഈ വർഷത്തെ ആദ്യ സംഘം ജിദ്ദയിലെത്തി. എമിഗ്രേഷൻ നടപടികൾ പൂർത്തീകരിച്ച അല്പസമയത്തിനകം ഹജ്ജ് ടെർമിനലിൽ നിന്ന് ഇവർ പുറത്തിറങ്ങും. 350 അംഗ സംഘവുമായി പുറപ്പെട്ട സൗദി എയർലൈൻസ് വിമാനം വൈകിട്ട് 4:35 കരിപ്പൂരിൽ നിന്ന് പുറപ്പെട്ടത്. വിവരങ്ങളുമായി റബി മുഹമ്മദ് ഉണ്ട്, ഞങ്ങളുടെ പ്രതിനിധി ജിദ്ദയിൽ നിന്ന്. റബി, എപ്പോഴാണ് ഇവർ എത്തിയത്? എമിഗ്രേഷൻ നടപടികൾ ഇപ്പോൾ എങ്ങനെ പുരോഗമിക്കുന്നു? സായികുമാർ, കേരളത്തിൽ നിന്നുള്ള ഹാജിമാരുടെ ആദ്യ സംഘം പ്രയാസങ്ങളൊന്നുമില്ലാതെ തന്നെ ഇന്ന് കൃത്യസമയം പാലിച്ചുകൊണ്ട് തന്നെ ജിദ്ദയിലെത്തി. ഏകദേശം 40 മിനിറ്റ് മുമ്പാണ് ജിദ്ദ ഹജ്ജ് ടെർമിനലിൽ എത്തിയത്. ഇപ്പോൾ എമിഗ്രേഷൻ നടപടികൾ പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. എമിഗ്രേഷൻ നടപടികൾ പൂർത്തീകരിച്ച് 10-15 മിനിറ്റിനകം തന്നെ ഹാജിമാർക്ക് പുറത്തിറങ്ങാൻ കഴിയുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഹാജിമാരെ സ്വീകരിക്കുന്നതിന് വേണ്ടി മലയാളി സംഘടനകൾ, KMCC, അതുപോലെ തന്നെ OICC പ്രവർത്തകർ ഹജ്ജ് ടെർമിനലിൽ എത്തിയിട്ടുണ്ട്. ഹജ്ജ് ടെർമിനലിൽ നിന്നും ബസ് മാർഗമാണ് ഇവർ മക്കയിലേക്ക് പോകുക. മക്കയിൽ അസീസയിലും അതുപോലെ തന്നെ ഗ്രീൻ കാറ്റഗറിയിലുമാണ് ഇവർക്ക് താമസ സൗകര്യം ഒരുക്കിയിട്ടുള്ളത്. ഹറമിന് 1.5 കിലോമീറ്റർ ചുറ്റളവിലാണ് ഗ്രീൻ കാറ്റഗറിയിലുള്ള തീർത്ഥാടകരുടെ താമസ സൗകര്യം ഒരുക്കിയത്. റൂമിലെത്തിയതിനു ശേഷം റൂമിൽ ഇവരെ സ്വീകരിക്കുന്നതിന് വേണ്ടി മക്കയിലെ മലയാളി സംഘടനകളുടെ കൂട്ടായ്മയായ മക്ക ഹജ്ജ് വെൽഫെയർ ഫോറം പ്രവർത്തകരും അതുപോലെ തന്നെ KMCC മറ്റ് വിവിധ സംഘടനകളുടെ പ്രവർത്തകരും വൈകുന്നേരം മുതൽ തന്നെ ഹാജിമാരെ സ്വീകരിക്കാനായി കാത്തു നിൽക്കുകയാണ്. റൂമിൽ നിന്നും പിന്നീട് ഇവർ മസ്ജിദുൽ ഹറാമിലെത്തി ഉംറ കർമ്മം നിർവഹിക്കും. ഇന്ന് രാത്രി തന്നെ ഇന്നെത്തിയ 350 തീർത്ഥാടകരും രാത്രി തന്നെ ഉംറ കർമ്മം നിർവഹിക്കും. റബി, കഴിഞ്ഞതിൽ നിന്ന് വ്യത്യസ്തമായി എത്രമാത്രം സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട് വിവിധ രാജ്യങ്ങളിൽ നിന്നെത്തുന്ന തീർത്ഥാടകർക്കായി? സായികുമാർ, കഴിഞ്ഞ വർഷത്തെ പോലെ തന്നെ സ്വദേശ തീർത്ഥാടക എണ്ണത്തിൽ കുറവ് വരുത്തിയിരുന്നു. മക്കയിൽ നടക്കുന്ന വികസന പ്രവർത്തനങ്ങൾ കാരണം അത് ഈ വർഷവും തുടരുന്നുണ്ട്. അതേസമയം തന്നെ ഹാജിമാർക്ക് ഒരു ബുദ്ധിമുട്ടുമില്ലാതെ ഹജ്ജ് ഉംറ കർമ്മങ്ങൾ നിർവഹിക്കാനുള്ള എല്ലാ സൗകര്യവും സൗദി അധികൃതരും അതുപോലെ തന്നെ ഇന്ത്യൻ ഹാജിമാർക്ക് വേണ്ടി ഇന്ത്യൻ ഹജ്ജ് മിഷന്റെ നേതൃത്വത്തിലും എല്ലാവിധ സൗകര്യങ്ങളും പൂർത്തിയാക്കിയിട്ടുണ്ട്. ഇവരുടെ ഇന്ത്യൻ ഹജ്ജ് മിഷന് കീഴിൽ 1,36,000 തീർത്ഥാടകരാണ് ഇന്ത്യയിൽ നിന്ന് വരുന്നത്. അതിൽ 1 ലക്ഷം ഇന്ത്യൻ ഹജ്ജ് കമ്മിറ്റി കീഴിലും മറ്റ് 36,000 തീർത്ഥാടകർ സ്വകാര്യ ടൂർ ഓപ്പറേറ്റർമാർക്ക് കീഴിലാണ് ഹജ്ജിനെത്തുക. ഇവർക്ക് വേണ്ട എല്ലാവിധ സൗകര്യങ്ങളും മക്കയിൽ പൂർത്തീകരിച്ചിട്ടുണ്ട്. മക്കയിൽ പ്രധാന ഹജ്ജ് മിഷന്റെ ഓഫീസും അതുപോലെ തന്നെ 13 ബ്രാഞ്ചുകൾക്ക് കീഴിലും എല്ലാവിധ സൗകര്യങ്ങളും പൂർത്തിയായിട്ടുണ്ട്. മെഡിക്കൽ രംഗത്ത് അതിനുവേണ്ട സൗകര്യങ്ങൾ പൂർത്തിയായിട്ടുണ്ട്. അതുപോലെ തന്നെ അസീസയിൽ നിന്നും ഹറമിലേക്ക് 24 മണിക്കൂറും ബസ് സർവീസ് ഉണ്ടാകും. ഹാജിമാർക്ക് എപ്പോഴും ഹറമിലേക്ക് പ്രാർത്ഥനയ്ക്കും അതുപോലെ തന്നെ ഉംറ തവാഫ് കർമ്മങ്ങൾ പോകുന്നതിന് വേണ്ടിയുള്ള എല്ലാവിധ സൗകര്യങ്ങളും പൂർത്തിയാക്കിയിട്ടുണ്ട്. അത് പ്രയാസരഹിതമായ ഒരു ഹജ്ജിനുള്ള എല്ലാവിധ മുന്നൊരുക്കങ്ങളും 350ഓളം സ്റ്റാഫുകളാണ് കേന്ദ്ര ഗവൺമെന്റ് സർക്കാരിന് കീഴിൽ ഡെപ്യൂട്ടേഷനിൽ ഹജ്ജ് സേവനത്തിനായി ഇന്ത്യയിൽ നിന്നെത്തിയിട്ടുള്ളത്. അതുപോലെ തന്നെ ജിദ്ദയിലെ ഇന്ത്യൻ കോൺസുലേറ്റിന്റെ നേതൃത്വത്തിൽ മദീന, മക്ക ഹജ്ജ് മിഷന്റെ കീഴിൽ എല്ലാവിധ സൗകര്യങ്ങളും ഇപ്പോൾ ലഭ്യമാണ്. ഒരു പ്രയാസവുമില്ലാതെ തന്നെ ഹജ്ജ് കർമ്മം പൂർത്തീകരിക്കാനുള്ള മുന്നൊരുക്കങ്ങൾ പൂർത്തിയാക്കി കഴിഞ്ഞിട്ടുണ്ട്. വ്യക്തമാണ്. സംസ്ഥാന ഹജ്ജ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലുള്ള ആദ്യ സംഘം ജിദ്ദയിലെത്തിയിരിക്കുന്നു. എല്ലാവിധ സൗകര്യങ്ങളും അധികൃതർ തീർത്ഥാടകർക്കായി ഒരുക്കിയിട്ടുണ്ട് എന്നാണ് ജിദ്ദയിൽ നിന്ന് ഞങ്ങളുടെ പ്രതിനിധി റബി മുഹമ്മദ് റിപ്പോർട്ട് ചെയ്യുന്നത്. ഇസ്ലാമിക് സ്റ്റേറ്റ് വിമതർക്കെതിരെ ഒരുമിച്ച് നിൽക്കാൻ തീരുമാനിച്ചെങ്കിലും പ്രായോഗിക നടപടികൾ സംബന്ധിച്ച് അറബ് രാജ്യങ്ങൾക്കിടയിലും ഭിന്നതയുണ്ട്. ഇറാഖ്, സിറിയ എന്നിവിടങ്ങളിലെ വിമത കേന്ദ്രങ്ങളിൽ നടത്തുന്ന ആക്രമണത്തിന്റെ സ്വഭാവവും ചെലവും സംബന്ധിച്ച് രാജ്യങ്ങൾ പല തട്ടിലാണ്. പാരീസിൽ ചേരുന്ന സുപ്രധാന സമ്മേളനത്തിൽ ഇത് സംബന്ധിച്ച് സമവായം രൂപപ്പെടുത്താനുള്ള തിരക്കിട്ട നീക്കങ്ങളാണ് ഇപ്പോൾ നടന്നുവരുന്നത്. 6 ഗൾഫ് രാജ്യങ്ങൾ ഉൾപ്പെടെ മൊത്തം 20 രാജ്യങ്ങളാണ് അമേരിക്കൻ നേതൃത്വത്തിലുള്ള ഇസ്ലാമിക് സ്റ്റേറ്റ് വിരുദ്ധ ചേരിയിൽ ഭാഗഭാക്കായിരിക്കുന്നത്. എല്ലാ രാജ്യങ്ങളുടെയും പൂർണ്ണ പങ്കാളിത്തം യുദ്ധത്തിന് ഉണ്ടായിരിക്കണമെന്ന നിർബന്ധത്തിലാണ് അമേരിക്ക. ഇക്കാര്യത്തിൽ അറബ് പിന്തുണ ഉറപ്പാക്കുകയെന്ന ലക്ഷ്യത്തോടെയാണ് US സ്റ്റേറ്റ് സെക്രട്ടറി ജോൺ കെറി വീണ്ടും കൈറോയിൽ എത്തിയിരിക്കുന്നത്. ആക്രമണം എവിടെ നടത്തണം, ആയുധങ്ങൾ ആരു നൽകും, ഇന്റലിജൻസ് വിവരങ്ങൾ ആരു കൈമാറും,
യുദ്ധത്തിന് വേണ്ട വൻതുക ആരു ചെലവിടും? ഇങ്ങനെ ചോദ്യങ്ങൾ നിരവധിയാണ്. പാരീസിൽ സംബന്ധിക്കുന്ന വിവിധ രാജ്യങ്ങളുടെ വിദേശകാര്യമന്ത്രിമാരുടെ സമ്മേളനത്തിന് ഇക്കാര്യത്തിൽ എത്ര കണ്ട് വ്യക്തതയിലെത്താൻ സാധിക്കുമെന്ന ആശങ്കയും ഉയരുന്നുണ്ട്. ഇസ്ലാമിക് സ്റ്റേറ്റിനെതിരായ യുദ്ധത്തിൽ ഇറാനെ ഒരു നിലക്കും ഉൾപ്പെടുത്തരുതെന്ന നിർദ്ദേശമാണ് ഗൾഫ് രാജ്യങ്ങൾ മുന്നോട്ട് വച്ചിരിക്കുന്നത്. എന്നാൽ ഇറാന്റെയും തുർക്കിയുടെയും സജീവ പങ്കാളിത്തം വേണമെന്ന് വാദിക്കുന്നവരും അറബ് ലോകത്ത് തന്നെയുണ്ട്. ഗൾഫ് സൈനിക താവളങ്ങൾക്കൊപ്പം സാമ്പത്തിക പിന്തുണയും പരമാവധി പ്രയോജനപ്പെടുത്തണമെന്നാണ് അമേരിക്കൻ താൽപര്യം. ഇക്കാര്യവും പാരീസ് സമ്മേളനം വിശദമായി ചർച്ച ചെയ്യും. MC നാസർ, മീഡിയ 1, മിഡിൽ ഈസ്റ്റ്. ISIS-നെ ഉന്മൂലനം ചെയ്യുമെന്ന് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ഡേവിഡ് കാമറൺ പ്രഖ്യാപിച്ചു. സംയുക്ത നീക്കത്തിന് അമേരിക്കയ്ക്ക് സൈനികേതര പിന്തുണ നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു. ബ്രിട്ടീഷ് സന്നദ്ധ പ്രവർത്തകൻ ഡേവിഡ് ഹെയ്ൻസിനെ ISIS വധിച്ചതായി അവകാശപ്പെടുന്ന വീഡിയോ പുറത്തുവന്നതിന് പിന്നാലെ വിളിച്ചു ചേർത്ത ഉന്നതതല സുരക്ഷാ യോഗത്തിന് ശേഷമാണ് കാമറണിന്റെ ഈ പ്രതികരണം. ബ്രിട്ടീഷ് സന്നദ്ധ പ്രവർത്തകൻ ഡേവിഡ് ഹെയ്ൻസിനെ ISIS വധിച്ചതായി അവകാശപ്പെടുന്ന വീഡിയോ പുറത്തുവന്നതിനെ തുടർന്ന് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി അടിയന്തര ഉന്നതതല യോഗം വിളിച്ചിരുന്നു. ഈ യോഗത്തിന് ശേഷമാണ് ISIS-നെ ഉന്മൂലനം ചെയ്യുമെന്ന് കാമറൺ പ്രഖ്യാപിച്ചത്. ഇസ്ലാമിന്റെ പേരിൽ കൊല്ലും കൊലയും നടത്തുന്നവർ മുസ്ലിങ്ങളല്ലെന്നും അതിക്രൂരന്മാരാണെന്നും കാമറൺ പറഞ്ഞു. ISIS-നെതിരെ സംയുക്ത സൈനിക നീക്കത്തിന് ശ്രമം ആരംഭിച്ച അമേരിക്കയ്ക്ക് സൈനികേതര സഹായം നൽകുമെന്നും കാമറൺ പ്രഖ്യാപിച്ചു. They claim to do this in the name of Islam. That is nonsense. Islam is a religion of peace. The United States is taking direct military action. We support that. This is not about British combat troops on the ground. It is about working with others to extinguish this terrorist threat. ഹെയ്ൻസിന്റെ കൊലപാതകത്തെ അമേരിക്കയും അപലപിച്ചു. ശനിയാഴ്ച രാത്രിയാണ് ഹെയ്ൻസിനെ വധിക്കുന്ന ദൃശ്യങ്ങൾ ISIS പുറത്തുവിട്ടത്. ISIS-നെതിരെ അമേരിക്കയുമായി കൈകോർത്ത ബ്രിട്ടന്റെ നടപടിയാണ് തനിക്ക് വിനയായതെന്നും മുഴുവൻ ബ്രിട്ടീഷ് പൗരന്മാരും ബ്രിട്ടന്റെ വിദേശകാര്യ നയങ്ങളുടെ ഇരയാവുമെന്നും കൊല്ലപ്പെടുന്നതിന് മുമ്പ് ഹെയ്ൻസ് പറയുന്നുണ്ട്. നേരത്തെ അമേരിക്കൻ മാധ്യമ പ്രവർത്തകരായ ജെയിംസ് ഫോളി, പോൾ സ്കോട്ട്ലിഷ് എന്നിവരെയും വധിച്ചതായി അവകാശപ്പെട്ടുകൊണ്ട് സമാനമായ രീതിയിൽ വീഡിയോ പുറത്തുവിട്ടിരുന്നു. ഇതിനെ തുടർന്നാണ് ISIS-നെതിരെ വ്യോമാക്രമണം ശക്തമാക്കാൻ അമേരിക്ക തീരുമാനിച്ചത്. ന്യൂസ് ഡെസ്ക്, മീഡിയ 1. ഇറാഖിലും സിറിയയിലും ഖിലാഫത്ത് സ്ഥാപിക്കാനെന്ന പേരിൽ രംഗത്തിറങ്ങിയ ഇസ്ലാമിക് സ്റ്റേറ്റിനെ അംഗീകരിക്കാനാവില്ലെന്ന് ലോക ഇസ്ലാമിക് പണ്ഡിത സഭാധ്യക്ഷൻ ഡോക്ടർ യൂസഫുൽ കർലാവി. അവരുടെ പ്രവർത്തനം ഇസ്ലാമിക വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലല്ലെന്നും കർലാവി വ്യക്തമാക്കി. ISIS-ന്റെ പേരിൽ നിരപരാധികളെ കൊന്നൊടുക്കാനുള്ള അമേരിക്കയുടെയും സഖ്യകക്ഷികളുടെയും ശ്രമം അവസാനിപ്പിക്കണമെന്നും കർലാവി ആവശ്യപ്പെട്ടു. ഗൾഫ് മേഖലയിൽ നിലനിൽക്കുന്ന രാഷ്ട്രീയ സുരക്ഷാ പ്രതിസന്ധി വിലയിരുത്താൻ GCC രാജ്യങ്ങളിലെ വിദേശകാര്യമന്ത്രിമാരുടെ പ്രത്യേക യോഗം ചൊവ്വാഴ്ച റിയാദിൽ ചേരും. സൗദി വിദേശകാര്യമന്ത്രി സഹമന്ത്രി അമീർ അബ്ദുൾ അസീസ് ബിൻ അബ്ദുള്ള ഉദ്ഘാടനം ചെയ്യും. മേഖലയിൽ തീവ്രവാദ പ്രവണത ശക്തമാവുകയും ISIS പോരാളികൾ മേഖലയിലെ രാജ്യങ്ങൾക്ക് ഭീഷണി സൃഷ്ടിക്കുകയും ചെയ്ത സാഹചര്യത്തിലാണ് GCC വിദേശകാര്യമന്ത്രിമാരുടെ യോഗം. കഴിഞ്ഞവാരം ജിദ്ദയിൽ GCC രാജ്യങ്ങൾ ഉൾപ്പെടെയുള്ള അറബ് മേഖലയിലെ 10 രാജ്യങ്ങൾ അമേരിക്കൻ വിദേശകാര്യ സെക്രട്ടറി ജോൺ കെറിയുടെ സാന്നിധ്യത്തിൽ സമ്മേളിച്ചിരുന്നു. തീവ്രവാദത്തെ ശക്തമായി നേരിടാൻ അമേരിക്കയ്ക്ക് GCC-യിൽ സൈനിക താവളവും കൂടുതൽ വ്യോമസ്വാതന്ത്ര്യവും അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. അതിനാൽ ചൊവ്വാഴ്ചത്തെ യോഗത്തിന് വൻ പ്രാധാന്യമാണുള്ളത്. വിദേശകാര്യമന്ത്രി ഷെയ്ഖ് ഖാലിദ് ബിൻ അഹമ്മദ് ബിൻ മുഹമ്മദ് അൽ ഖലീഫ US വിദേശകാര്യ സെക്രട്ടറി ജോൺ കെറിയുമായി കൂടിക്കാഴ്ച നടത്തി. ബഹ്റൈൻ അമേരിക്ക ബന്ധം കൂടുതൽ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകാൻ പ്രതിജ്ഞാബദ്ധമാണെന്ന് ഇരു നേതാക്കളും കൂടിക്കാഴ്ചയിൽ വ്യക്തമാക്കി. മേഖലയിലെയും അന്താരാഷ്ട്ര തലത്തിലെയും തീവ്രവാദ പ്രവർത്തനങ്ങൾ അവസാനിപ്പിക്കുന്ന വിഷയത്തിൽ ബഹ്റൈൻ എന്നും മുൻപന്തിയിലുണ്ടാകുമെന്ന് ഷെയ്ഖ് ഖാലിദ് പറഞ്ഞു. മേഖലയിലെ സുരക്ഷയും സുസ്ഥിരതയും സംരക്ഷിക്കുന്നതിൽ ബഹ്റൈൻ നിർവഹിക്കുന്ന പങ്കിനെ ജോൺ കെറി പ്രകീർത്തിച്ചു. ലബനാൻ പ്രധാനമന്ത്രി തമാം സലാം ഖത്തറിലെത്തി. ഇന്നലെ രാവിലെ ദിവാൻ അമീരിയിൽ അമീർ ഷെയ്ഖ് തമീം ബിൻ അഹമ്മദ് അൽ ആധാനി പ്രധാനമന്ത്രിയെ സ്വീകരിച്ചു. ലബനാൻ ജനതയ്ക്ക് ഖത്തർ നൽകി വരുന്ന പിന്തുണയ്ക്ക് തമാം സലാം നന്ദി അറിയിച്ചു. സിറിയയിൽ പിടിക്കപ്പെട്ട ബന്ദികളെ മോചിപ്പിക്കുന്ന കാര്യത്തിൽ ഖത്തറിന്റെ മധ്യസ്ഥത വിജയിച്ചതിലുള്ള സന്തോഷവും അദ്ദേഹം അമീറിനെ അറിയിച്ചു. ഖത്തർ പ്രധാനമന്ത്രി ഷെയ്ഖ് അബ്ദുള്ള ബിൻ നാസർ ബിൻ ഖലീഫ അൽ താനിയും ചർച്ചയിൽ സംബന്ധിച്ചു. സൗദി തൊഴിൽ മന്ത്രാലയം കഴിഞ്ഞ 9 മാസത്തിനിടെ നടത്തിയ പരിശോധനയിൽ 9,000 ഫ്രീ വിസക്കാർ പിടിയിലായതായി മന്ത്രാലയം പരിശോധനാ വിഭാഗം തലവൻ ഡോക്ടർ അബ്ദുള്ള അബു സുനൈൻ അറിയിച്ചു. സ്പോൺസറുടെ കീഴിലല്ലാതെ സ്വതന്ത്രമായി ജോലി ചെയ്യുന്നവരാണ് പിടിക്കപ്പെട്ടവരിൽ കൂടുതലും. ഫ്രീ വിസക്കാർ കൂടുതലുള്ള കോൺട്രാക്ടിംഗ് കമ്പനികളിലും നിർമ്മാണ മേഖലയിലും പരിശോധന ശക്തമാക്കുമെന്നും അബു സുനൈൻ അറിയിച്ചു. രാജ്യത്തെ ഇഖാമ നിയമത്തിന് വിരുദ്ധമായി ജോലി ചെയ്ത് പിടിക്കപ്പെട്ടവരെ തുടർ നടപടിക്കും പിഴ ഈടാക്കൽ, ശിക്ഷ നടപ്പാക്കൽ എന്നിവയ്ക്കുമായി ആഭ്യന്തര മന്ത്രാലയത്തിന് കൈമാറും. മറ്റു നിയമലംഘനങ്ങൾക്ക് പിടിക്കപ്പെട്ടവരെ ബന്ധപ്പെട്ട വകുപ്പിനാണ് കൈമാറുക. മുൻഗണനാക്രമം അനുസരിച്ചാണ് തൊഴിൽ മന്ത്രാലയത്തിന്റെ പരിശോധന തുടരുക. ഇളവുകാലത്തിനു ശേഷം കഴിഞ്ഞ 9 മാസം നടന്ന പരിശോധനയിൽ ഏറ്റവും കൂടുതൽ നിയമലംഘനം കണ്ടെത്തിയ മേഖലയിൽ കൂടുതൽ ശക്തമായ പരിശോധന നടക്കും. കോൺട്രാക്ടിംഗ് കമ്പനികൾ കേന്ദ്രീകരിച്ചുള്ള പരിശോധന ശക്തമാക്കാനുള്ള തീരുമാനം ഇതിന്റെ ഭാഗമാണ്. എന്നാൽ മറ്റു സ്ഥാപനങ്ങളിലും പരിശോധന നടക്കും.
കമ്പനികൾക്ക് തങ്ങളുടെ അവസ്ഥ മെച്ചപ്പെടുത്താനും ജോലിക്കാരെ നിയമാനുസൃതമാക്കാനുമുള്ള മതിയായ സമയം തൊഴിൽ മന്ത്രാലയം അനുവദിച്ചിട്ടുണ്ടെന്ന് മന്ത്രാലയം പരിശോധനാ വിഭാഗം തലവൻ ഡോക്ടർ അബ്ദുള്ള അബു സുനൈൻ പറഞ്ഞു. നടപ്പ് ഹിജ്റ വർഷത്തിലെ ആദ്യ 6 മാസത്തിൽ തൊഴിൽ മന്ത്രാലയം നടത്തിയ 1,52,557 പരിശോധനയിൽ 45,375 പേർ പിടിയിലായതായി പരിശോധനാ വിഭാഗം മേധാവി പറഞ്ഞു. സ്പോൺസറുടെ കീഴിലല്ലാതെ ജോലി ചെയ്യൽ, വ്യാജ സ്വദേശിവൽക്കരണം, സ്ത്രീകൾക്ക് സംവരണം ചെയ്ത ജോലിയിൽ പുരുഷന്മാർ ജോലി ചെയ്യൽ, സ്വദേശികൾക്ക് സംവരണം ചെയ്ത ജോലിയിൽ വിദേശികൾ ജോലി ചെയ്യൽ എന്നിവയ്ക്കാണ് കഴിഞ്ഞ പരിശോധനാക്കാലത്ത് ഊന്നൽ നൽകിയതെന്നും ഡോക്ടർ അബു സുനൈൻ വിശദീകരിച്ചു. അസർ പുള്ളിയിൽ, മീഡിയ 1, റിയാദ്. കുവൈത്തിൽ എയർപോർട്ടിലേക്ക് കരാർ ജോലിക്കെത്തിയ 10ഓളം മലയാളികൾ ജോലിയും കൂലിയുമില്ലാതെ ദുരിതക്കയത്തിലാണ്. പകർച്ചവ്യാധി പിടിക്കപ്പെട്ടവർക്ക് ചികിത്സ നൽകാൻ പോലും കമ്പനി അധികൃതർ തയ്യാറാകുന്നില്ലെന്ന പരാതിയുണ്ട്. ഹസാബിയിലെ താമസ സ്ഥലത്ത് സാമൂഹ്യ പ്രവർത്തകരുടെ സഹായം കൊണ്ടാണ് യുവാക്കൾ പട്ടിണി കൂടാതെ കഴിച്ചുകൂട്ടുന്നത്. കുവൈത്തിലെങ്ങും മലയാളി കൂട്ടായ്മകൾ ഓണസദ്യ ഒരുക്കാൻ മത്സരിക്കുമ്പോൾ പട്ടിണിയും പകർച്ചവ്യാധികളുമാണ് ഈ ക്യാമ്പിലുള്ളവർക്ക് കൂട്ട്. കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വിസ ഏജന്റിന്റെ വാഗ്ദാനങ്ങൾ വിശ്വസിച്ച് കുവൈത്തിലെത്തിയ ഈ യുവാക്കളിൽ മിക്കവരും ബിരുദധാരികളാണ്. വിമാനത്താവളത്തിൽ കരാർ തൊഴിലാളികളെ നൽകുന്ന അൽ ജൗഹറ എന്ന കമ്പനിയുടെ വിസയിലാണ് ഇവർ കുവൈത്തിലെത്തിയത്. വിസക്കായി ഓരോരുത്തരും നാട്ടിലെ ഏജന്റുമാർക്ക് നൽകിയത് 1.5 ലക്ഷം രൂപ വീതം. ഏറെ പ്രതീക്ഷകളുമായി വിമാനമിറങ്ങിയ ഇവരെ കാത്തിരുന്നത് പക്ഷേ ദുരിതങ്ങളായിരുന്നു. ശമ്പളം പറഞ്ഞത് വന്ന് ബേസിക് സാലറി 60, ബാക്കിയെല്ലാം 120 KD പറഞ്ഞിരുന്നത്. പിന്നെ ഓവർ ടൈം ഉണ്ട്, ടിപ്പ് എല്ലാം കിട്ടുമെന്നാണ് പറഞ്ഞിരുന്നത്. ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മളെ കൊണ്ടുവന്ന് ഒരുമാതിരി കാലിത്തൊഴുത്തിലൊക്കെ പശുക്കളെ കൊണ്ടുവന്ന വണ്ടിയാണ് നമ്മളെ ഇവിടെ കൊണ്ടുവന്നത്. വൃത്തിഹീനമായ ക്യാമ്പിലെ താമസം ഇവരിൽ പലർക്കും സമ്മാനിച്ചത് ചിക്കൻ പോക്സ് പോലുള്ള രോഗങ്ങളാണ്. ചിക്കൻ പോക്സ് പിടിപെട്ട 2 പേർ ഇപ്പോഴും ഇവിടെയുണ്ട്. രോഗബാധിതരെ ആശുപത്രിയിലെത്തിക്കാൻ പോലും കമ്പനി തയ്യാറായില്ലെന്നാണ് ഇവർ പരാതിപ്പെടുന്നത്. ആഹാരത്തിന് പോലും ഒരു നിവൃത്തിയില്ലാതെ ഞങ്ങൾ കിടക്കുകയാണ്. പിന്നെ സംഘടനക്കാരും ഇവരൊക്കെ വിചാരിക്കുന്നതുകൊണ്ട് ഞങ്ങൾ ആഹാരം കഴിച്ച് കിടക്കുകയാണ്. എന്ത് ചെയ്യാനാണ്, ഇങ്ങനെ സംഭവിച്ചു പോയി, വന്നിവിടെ വീണുപോയി. കമ്പനിക്കെതിരെ തൊഴിൽ വകുപ്പിൽ നൽകിയ പരാതിയുടെ വിധിയറിയാൻ കാത്തിരിക്കുകയാണ് ഇവർ. ദുരിത ജീവിതമാണെങ്കിലും സമൃദ്ധിയുടെ ഒരു ഓണക്കാലം ഇവരും സ്വപ്നം കാണുന്നു. പ്രവാസ ലോകത്ത് മലയാളികൾ ഓണം ആഘോഷിക്കുകയാണ്. എന്നാൽ ഇവിടെ നാം കണ്ടത് ഒരു നേരത്തെ അന്നത്തിന് വഴിമുട്ടുന്ന ഒരു കൂട്ടം സുഹൃത്തുക്കളെയാണ്. ക്യാമറ പേഴ്സൺ ഷാജഹാൻ കൊയിലാണ്ടിക്കൊപ്പം മുനീർ അഹമ്മദ്, മീഡിയ 1, കുവൈറ്റ് സിറ്റി. ഈ വാർത്തയോട് പ്രതികരിക്കാൻ വെൽഫെയർ കേരള കുവൈത്ത് പ്രതിനിധി ഖലീൽ റഹ്മാനുണ്ട് ഇപ്പോൾ ടെലിഫോൺ ലൈനിൽ. ശ്രീ ഖലീൽ റഹ്മാൻ, താങ്കൾ ശ്രദ്ധിച്ചു കാണും വാർത്ത. 10ലധികം മലയാളികൾ ചികിത്സ പോലും ലഭ്യമാകാതെ ദുരിതക്കയത്തിലാണ് കുവൈത്തിൽ. എന്തുകൊണ്ട് ഇത്തരം യുവാക്കൾ നിരന്തരമായി ഇത്തരം കബളിക്കപ്പെടുന്നു കുവൈത്ത് അടക്കമുള്ള രാജ്യങ്ങളിൽ? തീർച്ചയായും ഇത് നാട്ടിൽ, എനിക്ക് തോന്നുന്നു നാട്ടിൽ ഇതിന്റെ ശക്തമായ ബോധവൽക്കരണം നടത്തേണ്ടതുണ്ട് എന്നാണ് ഒന്നാമതായി നമുക്ക് പറയാനുള്ളത്. ഇത്തരം കേസുകൾ 1ഉം 2ഉമല്ല, 100 കണക്കിന് കേസുകളാണ് സംഘടനകൾ, ഇവിടെയുള്ള സാമൂഹിക ജീവകാരുണ്യ പ്രസ്ഥാനങ്ങൾക്ക് അഭിമുഖീകരിക്കേണ്ടി വരുന്നത്. നാട്ടിൽ നിന്ന് മലയാളികൾ അടക്കമുള്ള ആളുകളാണ് ഇത്തരത്തിൽ തൊഴിലാളികളെ വഞ്ചനയിലൂടെ ഇങ്ങോട്ട് കൊണ്ടുവന്ന് ഇവിടെ പറഞ്ഞ തൊഴിലല്ല കൊടുക്കുന്നത്, പറഞ്ഞ ശമ്പളമല്ല കൊടുക്കുന്നത്. പലപ്പോഴും 3, 4, 5 മാസം ശമ്പളമില്ലാതെ ജോലി ചെയ്യേണ്ടി വരുന്ന സാഹചര്യവുമുണ്ട്. ഇത് നാട്ടിൽ ശക്തമായ ബോധവൽക്കരണം നടത്തേണ്ട ഒരു കാര്യമാണ് എന്നാണ് പ്രാഥമികമായി നമുക്ക് ആ വിഷയത്തിൽ പറയാനുള്ളത്. രണ്ടാമതായി, നമ്മളുടെ ആളുകൾ തന്നെയും ഇത് നാട്ടിലൊരു ജോലി എന്ന് കേൾക്കുമ്പോഴേക്കും ഉടനെ മുൻപിൻ ആലോചിക്കാതെ, അതിന്റെ വരും വരായികൾ ആലോചിക്കാതെ എന്താണ് അവിടെ നടക്കുന്നത് എന്ന് കുവൈത്തിലുള്ള ആളുകളോട് അന്വേഷിച്ചവർക്ക് വരാം. നാട്ടിൽ പ്രത്യേകിച്ച് നോർക്ക റൂട്ട്സ് പോലുള്ള സംവിധാനങ്ങൾ ഇപ്പോൾ ലഭ്യമാണ്. അത്തരം സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്താൻ നാട്ടിലെ മിക്ക സംഘടനകളുടെയും പോഷക സംഘടനകളാണ് ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അവരോടും കാര്യങ്ങൾ അന്വേഷിക്കാം. ഇത്തരത്തിലൊക്കെയുള്ള സംവിധാനങ്ങൾ ഉണ്ടായിരിക്കെ അത് അന്വേഷിച്ചുകൊണ്ട് ആയിരിക്കണം അവർ നാട്ടിൽ നിന്ന് ഇങ്ങോട്ടേക്ക് കയറി വരേണ്ടത് എന്നാണ് ഒരു ചർച്ചയിൽ പങ്കെടുക്കുമ്പോൾ ആദ്യമായി പറയാൻ എനിക്ക് തോന്നുന്നത്. പലപ്പോഴും ഇവിടെ വന്നതിന് ശേഷമാണ് തങ്ങൾ കെണിയിലകപ്പെട്ടിരിക്കുന്നതെന്ന് തിരിച്ചറിയുന്നത്. ഇതിൽ ഇവരുടെ പ്രത്യേകമായ ഈ എയർപോർട്ടിലെ ഈ കേസിൽ മലയാളികളായ ഗണേഷ്, രതീഷ് തുടങ്ങിയ ചില ആളുകളും ഇവരെ വളരെ കൃത്യമായി വലിയ സംഖ്യ നാട്ടിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് പറ്റിച്ചിരിക്കുന്നു. നമ്മൾ ഈ കമ്പനിയിൽ നമ്മളും പോയിട്ടുണ്ടായിരുന്നു. കമ്പനിയിൽ പോയ സമയത്ത് ഈ കമ്പനിയുടെ അധികൃതർ പറയുന്നത്